ഹലോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് പേർക്കറിയാം എൻ്റെ ഫോണൊക്കെ പൊട്ടി പിള്ളേർ കളഞ്ഞെന്നും ഫോണൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരാഴ്ച ആയോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോൺ പുതിയത് വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആക്റ്റീവ് ആകണം, കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എവിടെ സമയം കിട്ടിയിട്ടുണ്ട് ചെയ്യാൻ. പിന്നെ സമയം പോലെ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫോൺ വാങ്ങിയെന്നൊക്കെയുള്ള സന്തോഷ വാർത്ത എല്ലായിടത്തും വന്ന് പറയാം, നല്ലതായിട്ട് റെഡി ആയിട്ടൊക്കെ. പക്ഷേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതുവരെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ കയ്യിലൊരാളിരുന്നു ഉറങ്ങുന്നുണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണോണ്ട് ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല. അവൾ ഒരുപാട് പൊസിഷനിൽ ഇങ്ങനെ മാറി ചെരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നിട്ടാണ് ഇങ്ങനെ ഒന്ന് സെറ്റായി ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അവൾ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞാൻ ശല്യപ്പെടുത്താനും പോയില്ല. അപ്പം ഇനി നീട്ടി വെച്ച് കഴിഞ്ഞാൽ എന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ നിർത്തിയത്. അപ്പം പുതിയ ഫോണിൽ ഞാൻ ആദ്യം തന്നെ നോക്കി, എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്യാമറയായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കും നന്നായിട്ട് തന്നെ കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി ഫോണിൻ്റെ ഗുണങ്ങളെയൊക്കെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ ഇതാണ് നോക്കിയത്. അപ്പം നല്ല ഫോണാണ്, എനിക്കിഷ്ടം. പിന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും മാറ്റി മാറിപ്പോത്തേ ഉള്ളൂ. എൻ്റെ സൗണ്ട് നേരത്തെ കേട്ടുകൊണ്ടിരുന്നവർക്കറിയാം, ഇപ്പോഴത്തെ ഒരു സൗണ്ട് വളരെ ഇച്ചിരി അടഞ്ഞ പോലെയൊക്കെ. എന്ത് സംഭവം എന്നറിയത്തില്ല. ഇപ്പോൾ എൻ്റെ ശബ്ദം കുറച്ച് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മാക്സിമം വോളിയം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമാകുമെന്ന് അറിയത്തില്ല സംസാരിക്കുന്നത്. പിന്നെന്താണ് ഞാൻ പറയാൻ വന്നത്, സാധാരണ ഓരോ കാര്യങ്ങളും മാറ്റി വെക്കുമ്പോൾ ഞാൻ തന്നെ പറയുന്നുണ്ട്, മാറ്റി വെച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിനുള്ള കാർഡിലൊക്കെ പറയുമ്പോഴോ ഒക്കെയാണ് ആ കാര്യം നടക്കാതെ പോവുക എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ആരോടും പറയുക പോലും വേണ്ട, ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അസുഖമായിട്ട് വന്ന് എനിക്ക് തന്നെ പോകാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലൊക്കെ പെട്ട് അതങ്ങ് മാറിക്കിട്ടും. അല്ല, ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ്. അങ്ങനെ മാറിയാണ്. ഇപ്പം എൻ്റെ വലിയൊരു ആവശ്യമായിരുന്നു ഈ ഫോണെന്നുള്ള കാര്യം. അത് ഇത്ര വർഷം കൊണ്ട് നടന്നിട്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ തന്നെ പറയും, അത് മാറ്റി വെക്കാൻ പാടില്ല, അപ്പം തന്നെ ചെയ്യണം, അപ്പം തന്നെ പറയണം എന്നൊക്കെ. പക്ഷേ നടക്കത്തില്ല. നമ്മളല്ല ഒന്നും തീരുമാനിക്കുന്നത്, എല്ലാം അതിൻ്റെ ആ ഒഴുക്കിനനുസരിച്ച് ഒഴുകി പോകുന്നു എന്ന് പറയാം. അതുപോലെ ഞാൻ ഒരു 2 വർഷമായിട്ടൊരു ഒരു വെബ് സീരീസ് കാണാറുണ്ടായിരുന്നേ. ഒരു തമിഴായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ സീസൺ 1ഉം സീസൺ 2ഉം ഞാൻ കണ്ടു. സീസൺ 3 ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ ഓരോ മാറ്റങ്ങൾ ഇപ്പം 2 വർഷത്തിലെ ആ 2 സീസണിലും നല്ലതായിരുന്നു. ഇപ്പോഴും നല്ലതെന്നല്ല, അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന നായകനും നായികയും മാറിയിട്ട് അവർ മാറിയെന്നല്ല, അവർക്ക് തമ്മിൽ ഒത്തുചേർന്ന് പോകാൻ പറ്റത്തുണ്ട്, വേറെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്താവും നമുക്കറിയത്തില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ കുറേ പേര് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണ്ടത്തെ തന്നെയായിരുന്നു ബെറ്റർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും പണ്ടത്തെ ഇപ്പോഴത്തെ വെച്ച് കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു കഥയാണേലും ശരി, എല്ലാത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടന്നൊരിക്കലും പോകത്തില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ കോളേജ് കഴിഞ്ഞു, ഇപ്പോൾ കോളേജ് കാര്യങ്ങളും കൂട്ടുകാരെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരുന്നിട്ട്, അല്ലെങ്കിൽ അതൊക്കെ എത്ര നല്ല ഓർമ്മയായിരുന്നു ഓർക്കുമ്പം. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സമയമാണ്, എൻ്റെ കുടുംബമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് എൻ്റെ കുട്ടികളൊക്കെ വലുതായി സ്കൂളിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കും, കുട്ടികളെ നോക്കി വീട്ടിലിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു എന്നായിരിക്കും ഞാൻ അന്നേരം ഓർക്കാൻ പോണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം മാറിയൊക്കെ വരും. അപ്പോൾ നമ്മൾ ഒരേപോലെ തന്നെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല. ഇപ്പം ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചാണെങ്കിൽ പോലും കല്യാണം കഴിച്ചവർ തന്നെ സെപ്പറേറ്റായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം, വേറെ കല്യാണം കഴിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നിക്കാൻ പറ്റാതെ പോയ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്പായിരിക്കും. പിന്നെ സുഹൃത്തുക്കളെ തന്നെ നമുക്ക് മിസ്സായിട്ടുണ്ടായിരിക്കാം, വിളിച്ചാൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാതെ അത്ര അകന്നു പോയിട്ടുണ്ടാവാം. അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മളും അതിനെല്ലാം ഫേസ് ചെയ്യണം. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ പണ്ടൊക്കെ ഈ അസ്ഥികൂടത്തിൻ്റെയൊക്കെ കാണുമ്പോൾ പേടിച്ചു കൊടുക്കുന്നു, അസ്ഥികൂടം എന്നൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു. പക്ഷേ നമ്മളും ആ ഒരു ഇതിലേക്ക് എത്തും എന്നുള്ള കാര്യം
എന്താ പറയുക, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിങ്ങനെയൊന്നും കാണുമ്പോൾ ഒന്നും അങ്ങനെ പേടിക്കാറൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യകതയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് കാണിച്ചില്ലെങ്കിൽ നമ്മളെങ്ങോട്ടും നമ്മൾ എന്താ പറയുക പ്രായം കൂടി പോകുമായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിനെ നമുക്ക് മുന്നോട്ട് ഓവർകം ചെയ്ത് വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വയ്ക്കുന്ന ആ വെബ് സീരീസിൽ പോലും മനുഷ്യന്മാർക്ക് അവർ തമ്മിൽ പിരിയുന്നതോ അകന്ന് മാറിപ്പോകുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പല ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ചവരുമൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഒരു ഇത് ഷോയിൽ ഒരു പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കഥ മാറി വരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അപ്പം എല്ലാത്തിനും എന്താ പറയുക അതിൻ്റെ ഒരു ഇതുണ്ട്. ആ രീതിക്ക് മാത്രമേ ഉള്ളൂ എന്താ പറയുക നടന്നു പോകത്തുള്ളൂ. അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കാതെ പറ്റത്തില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പണ്ട് എന്ന് പറയാൻ പണ്ട് ഒരു സമയം വരെ ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് തന്നെ ഞാൻ പെട്ട് കിടക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അതിന് പുറത്ത് വരണം. നമ്മൾ ഓരോപ്പം സ്കൂൾ പഠിച്ച കൂട്ടുകാരായിരിക്കത്തില്ല, കോളേജിൽ പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ പോകണം, അവിടെ പോകുന്നിടത്തും നമ്മുടെ സുഹൃത്തുക്കൾ മാറി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എന്താ പറയുക നമ്മളതിനെല്ലാം ഇങ്ങനെ മാറി ചിന്തിച്ച് അക്സെപ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിച്ച് തന്നെ നടക്കണം എന്നുള്ളതൊന്നും അതൊക്കെ വളരെ എന്താ പറയുക. അപ്പോൾ തന്നെ ഞാൻ എന്താ വിചാരിച്ചത്, ഞാൻ നന്നായിട്ട് റെഡിയായിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എൻ്റെ കുഞ്ഞുവാവെ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ അവളെയും പിടിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്കതിനകത്ത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്തിപ്പോൾ വേറെ ഒന്നുമില്ല. ഹയറെ ഹയോടെ എന്തോ കുത്തിക്കട കാണിക്കുന്നുണ്ട്. അമ്മ അങ്ങോട്ട് നോക്കാൻ പോയിട്ടുണ്ട്, എന്താണെന്നറിയത്തില്ല. അടങ്ങിയിരിക്കുമായിരുന്നു ഇത്ര നേരം, പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി എന്നെ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ ഫോണൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ എന്താ പറയുക ഭയങ്കര ത്വരയാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കാനായിട്ടും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ടും. അപ്പം അതിനകത്ത് എന്താ പറയുക അതിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ എന്നാണ് പറയാനായിട്ടും. എൻ്റെ കൂട്ടത്തിൽ ഹൈനിക്കുട്ടീനെ നോക്കണം, അവരുടെ കൂടെ കളിക്കണം, അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ചിന്തിക്കും എനിക്കിപ്പം പിള്ളേരെ നോക്കാനും അവരോട് എങ്ങനെ ഇടപെടാനും മാത്രമേ, അല്ലാതെ എൻ്റെ പ്രായക്കാരോടൊക്കെ എങ്ങനെ സംസാരിക്കണം എന്ന് ഞാൻ മറന്നുപോയെന്നൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ചെന്ന് നോക്കട്ടെ അവിടെ എന്താ പ്രശ്നമെന്ന്.